കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസ്റ്റ് ഓഫീസിൽ വന്ന GDS റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജാനുവരി 26 ഷെഡ്യൂൾ 1 ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം വിശദമായിട്ട്. ദ നോട്ടിഫിക്കേഷൻ വിൽ ബി മെയ്ഡ് ലൈവ് ഫോർ രജിസ്ട്രേഷൻ ഫ്രം ജാനുവരി 31, അതായത് ഇന്ന് മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. And candidates will be able to submit online applications from February 2, 2026 onwards. അതായത് ഫെബ്രുവരി 2 മുതൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ വേണമെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ, മെയിൽ ID വെച്ചിട്ട് രജിസ്ട്രേഷൻ ഇന്ന് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴേക്ക് നോക്കാം. ഗ്രാമീൺ ദക് സേവക് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജാനുവരി 2026. Applications are invited from the eligible candidates to fill vacant post of Gramin Dak Sevak, Branch Postmaster, Assistant Branch Postmaster, അതായത് ABPM, BPM ആൻഡ് Dak Sevak. ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റ് കറക്ഷൻ വിൻഡോ. Only one registration is permitted per candidate for submission of the online application. Multiple or duplicate registrations or applications are strictly prohibited. അതായത് ഒരു കാൻഡിഡേറ്റിന് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ മാത്രമേ പാടുള്ളൂ എന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട്. ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 31, അതായത് ജാനുവരി 31 മുതലാണ് ഫെബ്രുവരി 14 വരെ ഓപ്പൺ ആയിരിക്കും. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആൻഡ് ഫീ പേയ്മെൻറ്റ് ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 16 വരെയാണ് ആപ്ലിക്കേഷൻസ്, അതായത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഫെബ്രുവരി 2 മുതൽ 16 വരെ ടൈമുണ്ട്. കറക്ഷൻസ് ഇൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഇൻക്ലൂഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ഓൺലൈൻ ഫീ ഇഫ് ആപ്ലിക്കബിൾ. അതായത് ഇൻ കേസ് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് 18 മുതൽ 19 വരെ അവർ തരും എന്നാണ് പറയുന്നത്. ഓപ്പൺ ആയിരിക്കും. സർവീസ് കണ്ടീഷൻസ് ആൻഡ് ബ്രീഫ് ജോബ് പ്രൊഫൈൽ ആൻഡ് റെസിഡൻറ്റ് അക്കോമഡേഷൻ. അതായത് BPMൻ്റെയും ABPM. BPM എന്ന് പറയുന്നത് ABPMനേക്കാളും കുറച്ച് മുകളിലുള്ള പോസ്റ്റാണ്. സാലറിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ജോബ് ഡീറ്റെയിൽസ് ആണ് അതിൽ ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ഡേ ടു ഡേ, അതായത് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻസ് ഓഫ് ദ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ആൻഡ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ഇൻ ദ മാനർ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ടൈം ടു ടൈം. അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പറയുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ജോലിയായിരിക്കും. ABPM പറയുന്നത് പോസ്റ്റ് മാസ്റ്ററെ ജോലിയായിരിക്കും ചെയ്യേണ്ടി വരിക. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ജോബ് പ്രൊഫൈൽ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതായത് ABPM. ദ ജോബ് പ്രൊഫൈൽ ഓഫ് ദ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഇൻക്ലൂഡ് സെയിൽ ഓഫ് സ്റ്റാമ്പ്സ്, സ്റ്റേഷനറി, കൺവെയൻസ് ആൻഡ് ഡെലിവറി ഓഫ് മെയിൽ അറ്റ് എ ഡോർ സ്റ്റെപ്പ്, എക്സ്ചേഞ്ച് ദ മെയിൽ വിത്ത് അക്കൗണ്ട് ഓഫീസ് എക്സെട്ര. അതായത് ഡെലിവറി ഓഫ് മെയിൽ, അതായത് മെയിൽ ഡെലിവറി ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. കൂടാതെ സ്റ്റാമ്പ്സിൻ്റെ സെയിൽസ്, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കും. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് പെർമനൻറ്റ് ജോബാണെന്ന് ആലോചിക്കുക. സർവീസ് നിന്ന് കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് MTS ആയിട്ട് കയറാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ടാവും. പിന്നെ ദാക് സേവക് വിൽ ബി എൻഗേജ്ഡ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസസ്, ലൈൻ സബ് പോസ്റ്റ് ഓഫീസസ്, അതായത് സബ് ഓഫീസിലായിരിക്കും, ഹെഡ് പോസ്റ്റ് ഓഫീസസ് ആൻഡ് ഓഫീസസ് ഓഫ് റെയിൽവേ മെയിൽ സർവീസ് എക്സെട്ര. അപ്പോൾ ദാക് സേവക്, BPM ആൻഡ് ABPM. അതിൻ്റെ ജോബ് പ്രൊഫൈൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതിൻ്റെ BPM, ABPM ഓർ ദാക് സേവക്കിൻ്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ് സ്ലാബ് വരുന്നത് എന്ന് അതിൽ പറയുന്നുണ്ട്. BPM 12,000 to 29,380 വരെ വരുന്നുണ്ട്. ABPM ഓർ ദാക് സേവക് 10,000 to 24,470 ആണ് വരുന്നത്. അത് ഇൻഹാൻസ് സാലറി എന്തായാലും ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടും. കാരണം DA എല്ലാം വരുന്ന സമയത്ത് ഇൻഹാൻസ് സാലറി കുറച്ചുകൂടെ കൂടും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ.
ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം ഏജ് 18 വയസ്സാണ്, മാക്സിമം ഏജ് 40 വയസ്സ്. റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് വരെ, OBC 3 കൊല്ലം, EWS നോ റിലാക്സേഷൻ, EWSന് റിലാക്സേഷൻ ഇല്ല. PWD കാൻഡിഡേറ്റ്സിന് 10 കൊല്ലം വരെ റിലാക്സേഷൻ ഉണ്ട്. PWD പ്ലസ് OBC ആണെങ്കിൽ 13 കൊല്ലം, PWD പ്ലസ് SC/ST ആണെങ്കിൽ 15 കൊല്ലം വരെ റിലാക്സേഷൻ ഉണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് GDS ഈ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ, അതായത് നമ്മൾ 10th പാസ്സാണ്, 10th ലെവൽ ക്വാളിഫിക്കേഷനാണ് GDS GDS ജോബിന് പറയുന്നത്. പിന്നെ നമ്മൾ അരുണാചൽ പ്രദേശ് അതിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് നോളജ് ഒക്കെ പറയുന്നത് ഓരോ സ്റ്റേറ്റിനെയും പറയുന്നുണ്ട്. അതർ ക്വാളിഫിക്കേഷൻസ് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നോളജ് ഓഫ് സൈക്ലിംഗ്, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, അതായത് സൈക്ലിംഗ് അതിൽ പറയുന്നുണ്ട്. ദെൻ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിസർവേഷൻ, അതായത് BPMന് ലോ ഡിവിഷൻ, അതായത് PWD കാൻഡിഡേറ്റ്സിന് എത്രത്തോളം റിസർവേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് താഴെ ഒരു ടേബിളായിട്ട് പറയുന്നുണ്ട്. ദ പെർമിസിബിൾ ഡിസബിലിറ്റി ഫോർ PWD ആപ്ലിക്കൻസ് ഈസ് അണ്ടർ എന്ന് പറഞ്ഞിട്ട് എത്ര പെർസെൻറ്റേജ് റിസർവേഷനാണ് ഈച്ച് കാറ്റഗറി കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദെൻ ഹൗ ടു അപ്ലൈ, ഇതിൽ ഒരു സൈറ്റ് പറയുന്നുണ്ട്, അതുവഴി അപ്ലൈ ചെയ്യാം. ആ സൈറ്റിൻ്റെ ഒരു പിക്ചർ, അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു രൂപം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയാം. സെലക്ഷൻ ക്രൈറ്റീരിയ, ആപ്ലിക്കൻസ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ എൻഗേജ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റ്, അതായത് നമ്മൾ 10th മാർക്കിൻ്റെ ബേസിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഏജിൻ്റെ ഒരു പ്രിഫറൻസും കൂടെ ഉണ്ടാവും. മുന്നേ അതായത് ഏജ് കൂടുന്നതിനനുസരിച്ച് ഒരു പ്രിഫറൻസും കൂടെ ഉണ്ട്. 10th സ്റ്റാൻഡേർഡാണ്. 10th സ്റ്റാൻഡേർഡിലെ മാർക്ക് വെച്ചിട്ടാണ് ഇവർ അനലൈസ് ചെയ്യുന്നത്. ഇതിൽ ഗ്രേഡ് പോയിന്റ് പറയുന്നുണ്ട്, അതായത് CBSE ഒക്കെ ആവുന്ന സമയത്ത് A1 A2 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലൊരു ഗ്രേഡ് പോയിന്റ് കൊടുക്കാനുണ്ടാവും ആപ്ലിക്കേഷനിൽ, അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. A1 ആണെങ്കിൽ ഗ്രേഡ് പോയിന്റ് 10 ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 9.5 ആണ്. 9.5 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് 9.5 × 10 വരുന്ന സമയത്ത് 95% ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 10th പാസ്സാവുന്ന സമയത്ത് ചിലവർക്ക് A+ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ A+ A1 എന്നുള്ള പോലെയാണ്, അതായത് 95% ആയിരിക്കും വരിക. ഇൻ കേസ് ഓഫ് ദ മാർക്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ദ ഗ്രേഡ്സ് ഓർ പോയിൻറ്റ്സ്, മാർക്ക് വിൽ ബി റെക്കൻഡ് by taking the conversion of grades and points with the multiplication factor 9.5. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് 9.5 against the maximum points or grade as 100. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് താഴേക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ്. ഈ നോട്ടിഫിക്കേഷൻ കാര്യമായിട്ട് വായിച്ചു നോക്കുക, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ശരിക്കും വായിച്ചു നോക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ലാസ്റ്റിൽ ഞാൻ വീഡിയോ കാണിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത്, അത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് February 2 മുതലാണ്. രജിസ്റ്റർ ചെയ്തിടാം. ഇപ്പോൾ ഫോൺ നമ്പറും മെയിൽ ID വെരിഫൈ ചെയ്തിടാം. ഓക്കെ, ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് ആപ്ലിക്കേഷൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വെബ്സൈറ്റ് ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് സ്റ്റാർട്ട് ഡേറ്റ് 30, അതായത് January 30 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ 31st ആണ്, അതായത് ഇന്ന് മുതൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഇടാം. എൻഡ് ഡേറ്റ് February 14th ആണ്, അതായത് രജിസ്ട്രേഷൻ്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് February 14th ആണ്. ആപ്ലിക്കേഷൻ സബ്മിഷൻ February 1 മുതൽ, അതായത് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് February 2 മുതൽ നമുക്ക് അപ്ലൈ ചെയ്തിടാം എന്നാണ്. ഏത് മുതലാണ് വെബ്സൈറ്റ് ഓപ്പൺ ആവുക എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. അതായത് രജിസ്ട്രേഷൻ ഇപ്പോഴെന്തായാലും ചെയ്തിടാം. പിന്നെ കറക്ഷൻ സ്റ്റാർട്ട് ഡേറ്റ് 17 to 18th ആണ് പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാം. വാക്കൻറ്റ് പോസ്റ്റും ഇതിലുണ്ടാവും. ആപ്ലിക്കേഷൻ ഫീ പറയുന്നത് 100 രൂപയാണ്. അതിൽ
ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SC/ST ട്രാൻസ് വുമൺ കാൻഡിഡേറ്റ്സിന് ഫീ പറയുന്നില്ല. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവരും രജിസ്റ്റർ ചെയ്തിടുക. 10th മാർക്ക് വെച്ചിട്ട് എന്തായാലും അപ്ലൈ ചെയ്യാം. നല്ലൊരു അവസരമാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കരിയർ വെബിൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.